ഹലോ, അതെ, എന്തായി? പെട്ടി എന്റെ വീട്ടിലുണ്ടായിരിക്കണേ. പെട്ടി വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ സാർ? പരമ നിന്റെ വീട്ടിൽ ചെന്നിട്ടില്ല, ആ നാട്ടിലേ ചെന്നിട്ടില്ല. എന്റെ ഭഗവാനെ, എന്തൊരു ചതിയാണിത്. പ്രേമി, നിന്നെ എനിക്ക് ഉപദ്രവിക്കണമെന്നില്ല. നീ പറഞ്ഞതൊക്കെ നമുക്ക് രണ്ടുപേർക്കും മറക്കാം. ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ മതി. പറയൂ, പരമ എവിടെ? എന്നോട് ഇനി എങ്ങനെ ചോദിക്കാതെ സാർ? നിന്നോടാ ചോദിച്ചത്, പരമ എവിടെയെന്ന്. പറയടി, ആരുടെ കയ്യിലാ പരമ വെട്ടി കൊടുത്തത്? ജോണിയുടെ കയ്യിൽ. രാവിലെ ജോണിയോ? അതെ. അയാളും പരവുമായിട്ട് എന്ത് ബന്ധം? കൂട്ടുകാരനാണ്. പണക്കാരനായ ജോണി ആ തെണ്ടിയുടെ കൂട്ടുകാരനാണല്ലേ? നീ പറയുന്ന എന്ത് നുണയും ഞാൻ വിശ്വസിക്കും നീ വിചാരിച്ചു അല്ലേ? ലോക്ക് ദി ഡോർ. യെസ് സർ. ഞാൻ വരുന്നവരെ അവൾ രക്ഷപ്പെടരുത്. ആഹാരം എന്തെങ്കിലും കൊടുത്തേക്ക്. അവൾ ചാവാൻ പാടില്ല. പരമു വന്നാൽ എന്ത് ചെയ്യണം സാർ? കൊല്ലരുത്, രക്ഷപ്പെടുകയായിരുന്നു. മനസ്സിലായോ? ശരി, ഓക്കെ സാർ. ഓക്കെ. ആർക്കു വേണ്ടിയാ ദേവിയോട് പ്രാർത്ഥിച്ചത്? പറയൂ, നമുക്ക് വേണ്ടിയാ? അത് വേറെ പാർട്ടിക്ക് വേണ്ടി. അതേത് പാർട്ടിയാ? ഈ പാർട്ടിക്ക്. കാറിന് വേണ്ടിയോ? 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ 100 കിലോമീറ്റർ ഓടണേ, എഞ്ചിൻ പണിയൊന്നും വരുത്തരുതേ, കാശ് കടം പറയുന്ന ദരിദ്രവാസിയൊന്നും വന്ന് കയറരുതേ എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിലറിയണം ദേവി ഇടമെടുക്കും. പാവം ദേവി, ഇനി ഓട്ടോമൊബൈൽ മെക്കാനിസം കൂടെ പഠിക്കേണ്ടി വരുന്ന തോന്നുന്നേ. നല്ലത് വരുത്തുന്നതിന് പ്രാർത്ഥിച്ചൂടെ? അത് തന്നെയല്ലേ പ്രാർത്ഥിച്ചത്. 1 ലിറ്റർ കൊണ്ട് 100 കിലോമീറ്റർ ഓടിയാൽ നമ്മളെ നല്ല കാലമല്ലേ കുഞ്ഞേ? അല്ലേ? നമ്മൾ ദേവിയോട് ഓരോന്ന് ചോദിച്ചാൽ മാത്രം പോരാ, അത് നടത്തി തരാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം. എന്റെ പൊന്നു മിസി, എന്നെ തട്ടിയിട്ടേ ചോടല്ലേ. മുമ്പിലും പുറവിലും തോക്കും കുറുടിയുമായിട്ട് 2 പേരുണ്ട്. തട്ടിക്കളയാൻ മടിക്കുന്നവരല്ല. ആ വാതിലടയ്ക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. താനൊരാണല്ലേടോ, ഞാനെന്ത് ചെയ്യാനാ? വാതിലടയ്ക്ക്. ഇതിനെല്ലാം കൂടി എന്ത് വില വരുമെന്നറിയാമോ? ഇല്ല. ചുരുങ്ങിയതൊരു 45,000 രൂപയെങ്കിലും വരും. ഇത് തനിക്കുള്ളതാ. ദേവി ഇതെന്നെ രക്ഷിക്കണം. എന്റെ പൊന്നു മെസ്സി, തല പോകുന്ന കാര്യമൊന്നും പറയല്ലേ. സായിപ്പ് എന്നെ കൊന്ന് കെട്ടിത്തൂക്കും. താൻ ഈ ജന്മം മുഴുവൻ വെച്ച് വിളമ്പിയാ കിട്ടൂ 45,000 രൂപ. ഇതാ, എവിടെയെങ്കിലും പോയി
സുഖമായി ജീവിക്കൂ. മുതലാളിയുടെ അകത്തുണ്ട്. എന്താടാ? ഒളിച്ചോടിപ്പോയ ഭൈമി വന്നിട്ടുണ്ടെന്ന്. എവിടെ? അവളുടെ വീട്ടിൽ. എന്തോ അസുഖം കൊണ്ടാ വന്നിരിക്കുന്നത്. ബോധം വിട്ട് കിടക്കുക. നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ അവളുടെ വീട്ടിൽ നിന്നാ വരുന്നത്. മുതലാളിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ വെക്കോ, ഞാനങ്ങ് വന്നേക്കാം. വേണ്ട വേണ്ട, എണീക്കണ്ട, കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഞങ്ങളെല്ലാം അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അതെ അതെ, ഞാൻ വന്ന് കാണുമ്പോ ആകെ വല്ലാത്തൊരു നിലയിലായിരുന്നു. എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം. എനിക്ക് ജോണിയോട് അല്പം സംസാരിക്കാനുണ്ട്. തന്നോടും കൂടിയാ പറഞ്ഞത്. ആ കഥ കടച്ചേക്കൂ. എന്താ? പരമൂണ്ണം വന്നിരുന്നു. വല്ലത് ഏൽപ്പിച്ചോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഭൈമിയും പറയണ്ട. പരമു വന്നിരുന്നു. 1 കോടി രൂപ എന്നെ ഏൽപ്പിച്ചു. എന്റെ പരദേവതയെ. ഞാനെല്ലാം അറിഞ്ഞു. ഭൈമി എങ്ങനെ രക്ഷപ്പെട്ടു പോന്നു? ഞാന് വേണ്ട, എല്ലാം വിശദമായി പിന്നെ പറയാം. സായിപ്പിന് ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അഥവാ വന്നാലും ഞാൻ നോക്കിക്കോളാം. പരമുവിന്റെ കാര്യമാണല്ലോ ഒരു പിടിയും കിട്ടാത്തത്. ഭൈമി അറിഞ്ഞോ? ഉണ്ണിത്താന്റെ മകൾ ഗീതയും കൊണ്ടാവും കടന്നു കളഞ്ഞത്. എവിടെ ചെന്നാലും അവന് ഗതി കിട്ടില്ല. തെണ്ടി. ഇനി രൂപയുടെ വീതം ചോദിക്കാൻ വരുമോ? ആര് കൊടുക്കാൻ? അത് മുഴുവൻ നമുക്ക് സമമായി ഭാഗിക്കാം. ഭാഗ്യത്തിന് എന്റെ ഈ തന്നതിനെ കുറിച്ച് സായിപ്പിന് യാതൊരു അറിവുമില്ല. ഞാൻ പോയിട്ട് വരാം. ഭൈമി ഏതായാലും 2-3 ദിവസത്തേക്ക് വിശ്രമിക്കും. ആരോടും അധികം സംസാരിക്കുകയും വേണ്ട. ഇടയ്ക്ക് ഞാൻ വരാം. ഇതിരിക്കട്ടെ. പിന്നെ പണത്തിന് എന്താവശ്യമുണ്ടായാലും പറയാൻ മടിക്കരുത്. ഞാൻ വരട്ടെ. ഭൈമിയുടെ മുമ്പിൽ ഞാൻ വലിയൊരു കടക്കാരനാ. 50 ലക്ഷം രൂപയുടെ കടക്കാരൻ. ഞാൻ വരട്ടെ. അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നല്ല സാധനം തരുന്നത്. ഞാൻ സാധാരണ ചാരായമാണ് കുടിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ അവിടുത്തെ ദാസനാണ്. മെയിൻ റോഡിൽ ഞാൻ പണിയുന്ന ബിൽഡിങ്ങിന്റെ വീഡിയോ മുറികൾ സദാരാമൻ കണ്ടിട്ടുണ്ടോ? പിന്നില്ലയോ, ഒരു വൈദ്യശാല തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഒരു മുറി എനിക്ക് വാടകയ്ക്ക് തന്നൂടെ? വാടകയ്ക്കല്ല, തന്റെ പേരിൽ ഞാൻ തീരെഴുത്തൻ. ഈ പറയുന്നത് സത്യമാണോ? പിന്നെ ഇത് ഉറക്ക ഗുളികളാണ്. 20 എണ്ണം. 20 മരച്ചു കലക്കി ഇന്ന് രാത്രി തന്നെ ഭൈമിക്ക് കൊടുക്കണം. ഒരിക്കലും ഉണരരുത്. സാധിക്കുമോ തനിക്ക്? നാളെ തന്നെ ആധാരം നടത്താം. അവളുടെ ഉറക്കുകളുടെ ഫലസിദ്ധി എനിക്ക് നിശ്ചയമില്ല. ചിലപ്പോ 2 ദിവസം കിടന്നുറങ്ങിയിട്ട് ചാടിയണിട്ട് പോവും. പക്ഷേങ്കിൽ കട്ടായമായി ഫലം ചെയ്യുന്ന ഒരു മരുന്ന് എന്റെ വീട്ടിലിരിപ്പുണ്ട്. അതിൽ ഇച്ചിരി അങ്ങോട്ട് കൊടുത്താൽ ഒരാന പോലും ചരിഞ്ഞു പോകും. അതൊക്കെ സദാരാമന്റെ ഇഷ്ടം. നാളെ നേരം വെളുക്കുമ്പോൾ ഭൈമിക്ക് ജീവനുണ്ടാകരുത്. കേസും പൊല്ലാപ്പൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. ബ്രഹ്മാണിയാണോ ആയതിന് ഭയങ്കരം? എങ്കിൽ സമയം കളയണം. വീട്ടിൽ ചെന്ന് മരുന്ന് എടുത്തുകൊണ്ട്
നേരെ അങ്ങോട്ട് വെക്കും. രാത്രി ഞാൻ അവിടെ എത്തിക്കോളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖം പിന്നെയും കൂടി. അവൾ അകത്ത് ഉരുണ്ട് പറയുകയാണ്. വൈദ്യര് വന്നില്ലേ? വന്നു, അകത്തുണ്ട്. എന്തൊരു കാലക്കാടാണ്. ആ വൈദ്യുതി ഇങ്ങോട്ട് വിളിക്കും. തനിക്കാകാമെങ്കിൽ ഏറ്റാ മതിയായിരുന്നല്ലോ. സത്യം പറ, ഭൈമിക്ക് എന്താ അസുഖം? ഇനി പട്ടണത്തിൽ ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പറ, ഉടനെ എന്റെ വണ്ടിയിലേക്ക്. ആര് വിചാരിച്ചാലും ഇനി രക്ഷയില്ല. ഹൃദയസ്തംഭനമാണ്. ഏതെങ്കിലും 5 മിനിറ്റ്. പക്ഷെ സാധാരണ ഇതെല്ലാം മനസ്സിലായി. എന്ന് വെച്ച് ഞാൻ ആരോടും അങ്ങനെ പറയത്തൊന്നുമില്ല. കണ്ട അണ്ടനും അടവോടിനും വേണ്ടി ഒരു ക്രൂരകൃത്യവും ഈ സാധാരണ ചെയ്യില്ല. പക്ഷെ മുതലാളിക്ക് വേണ്ടി എല്ലാം ചെയ്യും. എല്ലാ മുതലാളിക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും മദ്രാസിൽ ഒളിച്ച് താമസിക്കും. തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് എന്റെ സുഭദ്രയെ കല്യാണം കഴിക്കണം. മുതലാളി, വല്ലതും വാങ്ങിക്കണോ? വേണ്ട, ഇത്ര നേരത്തെ വരാമോ? വരാ. എന്താ സിനിമയ്ക്ക് വേണം? വേണ്ട, ഡോക്ടറെ ഒന്ന് കാണണം. ഡോക്ടറോ? എന്താ അസുഖം? അസുഖമൊന്നുമില്ല. അസുഖമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടറെ കാണുന്നത്? അസുഖം ഉണ്ടോ ഇല്ലെന്ന് ഡോക്ടർ തീരുമാനിക്കട്ടെ. നേരത്തെ വരൂ. ചേടാ, അസുഖം ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. അതെന്താ അസുഖമാണ്? വരട്ടെ. എന്റെ ദൈവമേ, ആരുമില്ല എന്നെ അടിച്ചുവിടാൻ. അവിടെ കിടക്കാൻ ഇവിടുന്ന് അഴിച്ചു വിട്ടാണ്ടല്ലോ. ഞാൻ ഒന്ന് ഫോൺ ചെയ്താൽ മതി. മന്ത്രി ലെവലിൽ വരെ നിന്റെ ആൾക്കാർ വന്നു. ആൾക്കാരൊക്കെ എനിക്കറിയാം. എന്നെ പൊക്കും നോക്കിക്കോ. പിന്നെ ഒന്ന് ചുമ്മാ ഇരിക്കണോ? എടീ, നീ എന്നെ ആവശ്യത്തിന് വിളിച്ചത്.
എന്തായത്? എന്തിനാ ഇയാളെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്റെ പൊന്നു മുതലാളി ഇയാളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ മേലാതായേക്കുക. ഒരു ദിവസത്തേക്കെന്നും പറഞ്ഞ് എന്റെ വാച്ച് മേടിച്ചോണ്ട് പോയതാ കഴിഞ്ഞ ആഴ്ച. ഇപ്പൊ ദേ വിറ്റ് തന്നിട്ട് വന്ന് നിൽക്കുന്നു. നിങ്ങൾ എന്തിനാ ഇയാൾക്ക് വാച്ച് കൊടുത്തത്? ഇയാളെന്താ പെണ്ണ് കെട്ടാൻ പോകുന്നു? ഇയാളുടെ ഭാര്യയുടെ അപ്പൻ അസുഖം കൂടുതലാ, അവിടെ പോകാനാണെന്നും പറഞ്ഞാ വാച്ച് ചോദിച്ചത്. ഒരു ദിവസത്തേക്കല്ലേ എന്ന് ഓർത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഒന്നെങ്കിൽ എന്റെ വാച്ച്, അല്ലെങ്കിൽ എന്റെ രൂപ, ഇല്ലെങ്കിൽ തന്നെ കൊല്ലും. ആ വാക്കത്തെ ആളിട ഇടാൻ മറിക്ക്. താൻ ആരുടെ കല്യാണം മുടക്കാനാ പോയത്? ഞാനൊരു കല്യാണം ആലോചിക്കാൻ പോയതാ. ആർക്കാ? ദാവത്താവീതിന് ഒരു ബന്ധു വീട്ടിൽ പോകാനാണെന്നും പറഞ്ഞ് അവനാ എന്റെ വാച്ച് വാങ്ങിച്ചോണ്ട് പോയത്. ഇതൊക്കെ താൻ ഇവരോട് പറഞ്ഞാ മതി. സത്യം പറ, താൻ ഏത് ഷാപ്പിലാ പണയം വെച്ചത്? എന്റെ സ്വഭാവം എനിക്കറിയാമല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ പറഞ്ഞത് സത്യമാ. കൈ കാശില്ലാഞ്ഞിട്ട് 10-30 മൈൽ നടന്ന് തല കറങ്ങി വീണപ്പോ ആ പരമുവാ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ചോറ് തന്നത്. പിന്നെ അവൻ വണ്ടിക്കൂലി തന്നു. അങ്ങനെയാ ഞാനിവിടെ വന്നത്. ഏതായാലും പോട്ടെ. ഇനിയിപ്പോ ഇയാളെ തല്ലിയിട്ട് എന്താ കാര്യം? വെറുതെ മഹാഭാവം വലിച്ചു വെക്കുന്ന എന്തിനാ? അഴിച്ചുവിട്ടേക്ക്. വാച്ചിന്റെ പൈസ ഞാൻ തരാം. ആശാൻ എന്തിനാ ഈ പന്ന പണിക്കൊക്കെ പോകുന്നത്? ആശാൻ ഈ ഒരൊറ്റ മുണ്ടേ ഉള്ളൂ. ഞാനൊരു പാവപ്പെട്ടവനല്ലേ കുഞ്ഞെ, അത്താഴ പട്ടിണിക്കാരൻ. അതൊക്കെ പോട്ടെ. ഞാനൊരു ജോലി തന്നാൽ ആശാന് ചെയ്യാൻ പറ്റുമോ? നാളെ മുതൽ എന്റെ വക എല്ലാ കൃഷിസ്ഥലങ്ങളുടെയും മേൽനോട്ടം ആശാനാണ്. എന്റെ പൊന്നു കുഞ്ഞെ, എന്തായി കാണിക്കുന്നത്? കൊച്ചു പിള്ളേരെ പോലെ. എഴുന്നേക്ക്. ഇന്ന് മുതൽ ആശാൻ എന്റെ ആളാണ്. ശമ്പളം ഞാൻ പറയുന്നില്ല. ഇഷ്ടമുള്ളത് അങ്ങ് എഴുതിയെടുത്തോണം. എന്താ? ആശാൻ വെക്കൂ. നാളെ രാവിലെ ഇങ്ങ് എത്തിയേക്കണം. ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പരമുവിനെ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞേ? അടിവാരത്തില്